സെൻട്ര, നീ എന്തായി കാണിക്കുന്നേ? മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ പഴയ ബില്ലയാണോന്ന് പരീക്ഷിക്കുക. നീ പഴയ ബില്ലയാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനെ. കളിക്കാതെ തോക്കെടുത്ത് മാറ്റും. കളിയല്ല, ഐ എം സീരിയസ്. ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇതുവരെ നിന്റെ കൂടെ നിന്നത്. ഇപ്പൊ കിട്ടിയതിനേക്കാൾ നല്ല സന്ദർഭം ഇനി കിട്ടില്ല. സാൻഡ്ര, അബദ്ധം കാണിക്കരുത്. നിന്നെ പോലൊരുത്തനെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്ന കേക്ക്. നിന്നെ പണ്ടേ കൊല്ലേണ്ടതാ. പക്ഷെ പഴയതൊക്കെ മറന്ന് മാംസപിണ്ടത്തെ പോലെ ആയിരുന്നു നീ. എന്തിനാ മരിക്കുന്നെന്ന് നീ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ നിനക്ക് പഴയതെല്ലാം ഓർമ്മയുണ്ടല്ലോ. റിയ, എന്റെ ബ്രദർ രാജേഷ്. റിയ, രാജേഷ്, അവരെ ഒന്നും എനിക്ക് അറിയില്ല. മറന്നു നീ? അന്ന് നീ അവരെ കൊല്ലാതെ വിട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാനൊരു സത്യം പറയാം, കേൾക്ക്. അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ബില്ല ഇന്ന് മരിക്കാൻ പോവാ. ബില്ല ജീവനോടെ ഇല്ല. ഞാൻ ബില്ല അല്ല, എന്റെ പേര് വേലു. നീ പറയുന്നത് വിശ്വസിക്കാൻ മണ്ടിയല്ലേ? ഡ്രോപ്പ് യുവർ വെപ്പൺസ്. തോക്ക് താഴെയിട. പറഞ്ഞത് കേട്ടില്ലേ? തോക്ക് താഴെയിടാൻ. സാന്ദ്ര, വേലു, ഈ സർ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയമല്ല ഇത്. ആ തോക്ക് താഴെയിടാൻ പറയൂ സർ. തോക്ക് താഴെയിട. നിങ്ങളാരാ? ജയപ്രകാശ്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. അതിരിക്കട്ടെ, ബില്ല എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത്? സർ, ആദ്യം ഞാൻ ബില്ല അല്ലെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം സർ. റിയയും രാജേഷും ഞാനാണ് കൊന്നെന്ന് കരുതി എന്നെ കൊല്ലാൻ വന്നിരിക്കുക. ഭാഗ്യത്തിന് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി, ഇല്ലെങ്കിൽ ഇപ്പൊ തല ചെതറിയേനെ. നോക്ക് സാന്ദ്ര, ബില്ല കൊല്ലപ്പെട്ടു. അവനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാനാണ് അവനെ കൊന്നത്. അവന്റെ കൂട്ടാളികളെയല്ല, പ്രധാനമായും ജഗദീഷിനെ പിടിക്കാൻ വേണ്ടിയാ ഈ വേലു ബില്ലയായിട്ട് അഭിനയിക്കുന്നത്. താങ്ക് യു സർ. ഞാൻ വേലു ബില്ലയായിട്ട് അഭിനയിക്കുക. ഇനിയെങ്കിലും വിശ്വസിക്കുക. തോക്ക് താഴെടാൻ. സർ, ഞാൻ പറഞ്ഞ പോലെ അവരുടെ മുഴുവൻ കോണ്ടാക്ട്സും ഈ പെൻഡ്രൈവിലുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. സാറ് തന്നെ കണ്ടിട്ട് സാറ് തന്നെ അവരെ പിടിക്കും. ഇതോടെ എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ സ്ഥലം വിടുക. എവിടെ പോകുന്നു നീ? ജഗദീഷ് ആരാണെന്ന് അറിയുന്നവരെ നീ ഇവിടെ വേണം. സാറേ, വെറുതെ കളിക്കല്ലേ. സാന്ദ്ര, ഇവൻ ബില്ല അല്ലെന്ന് നമ്മൾ 3 പേരല്ലാതെ മറ്റാരും അറിയരുത്. ബില്ല ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ അവിടെ കാര്യം? നോ സാന്ദ്ര, നീ ഇങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നാൽ അവർക്ക് നിന്നോട് സംശയം തോന്നും. കുറച്ച് ദിവസം അവിടെ നിൽക്കുക, പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു.